പേരുകൾ അതിൽ പരാമർശിക്കാത്തതുകൊണ്ട് മറ്റ് നിയമ നടപടികളെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിച്ചിരുന്നില്ല. അതിനുശേഷം പിന്നീട് മെട്രോ വാർത്ത എന്ന് പറയുന്ന ഏക പത്രം മാത്രമാണ് ഇതൊരു വാർത്തയായിട്ട് കൊണ്ടുവരികയുണ്ടായി. അതിൻ്റെ പ്രാദേശിക ലേഖകൻ പറവൂരുള്ള ആളാണ്. അതുപോലെ പറവൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗോതുരത്തിലാണ് അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരുപാട് സംശയങ്ങൾ വരികയുണ്ടായി. അപ്പോൾ പിന്നീടൊരു 18-ാം തീയതി പകലോടുകൂടി ആണ് വലിയ വ്യാപകമായ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണം വരുന്നത്. അതിലേറ്റവും ഈ പ്രധാനപ്പെട്ട ആക്രമണം വന്നത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജഹാൻ നയിക്കുന്ന പ്രതിപക്ഷം എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിലൂടെ ശ്രീ ഷാജഹാൻ നടത്തിയ പരാമർശങ്ങളാണ്. അപ്പോൾ എൻ്റെ സംശയം കുറേയും കൂടി ബലപ്പെടുകയാണ് ചെയ്തത്. ഇതിൻ്റെ സംഭവം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സ്ഥലം പറവൂരാണ്, പത്രവാർത്ത വന്നത് പറവൂരാണ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പറവൂരാണ്. അപ്പോൾ പറവൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരുപാട് ദൂരമുണ്ടല്ലോ. അപ്പോൾ അത്രയും ദൂരത്തിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ ഷാജഹാൻ, അദ്ദേഹത്തിന് എങ്ങനെയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്? ഇങ്ങനെ തത്സമയ സംപ്രേഷണം പോലെയാണ്, ഒരു സംഭവകഥ വിവരിക്കുന്നത് പോലെയാണ് അദ്ദേഹം ഇത് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആളുകളിൽ ഒരു പരിണാമഗുപ്തിയുള്ള ഒരു പ്രസൻറ്റേഷനാണ്. സ്വാഭാവികമായും ആളുകളിൽ വിശ്വാസം ജനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ്. അപ്പോൾ കൂടുതൽ സംശയം ബലപ്പെട്ടു. ഇതൊരു നിസ്സാരമായ തമാശക്കുള്ളൊരു കാര്യമല്ല. പിന്നീട് എൻ്റെ പേരും എൻ്റെ പടവുമൊക്കെ വെച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ആക്രമണം വന്നു, പലതരത്തിലും വന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ലിങ്കുകളൊക്കെ തേടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേരാനെല്ലൂർ, കോലഞ്ചേരി, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, മലപ്പുറം, അവിടെ നിന്നെല്ലാമുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ ലീഗിൻ്റെ പ്രവർത്തകരോ എല്ലാം അതിൻ്റെ പിന്നിൽ ഇത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനൊരു രാഷ്ട്രീയ തലവും കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. എന്നിരുന്നാലും 18-ാം തീയതി എൻ്റെ നിരപരാധിത്വം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് 18-ന് തന്നെ ഞാൻ എൻ്റെ ഒരു FB പോസ്റ്റ് ഇടുകയുണ്ടായി. മാധ്യമങ്ങൾക്കും അത് നൽകിയിരുന്നു, മാധ്യമങ്ങൾ എൻ്റെ വെർഷൻ നൽകിയിരുന്നു. അതോടുകൂടി കുറച്ച് കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷെ എന്നിരുന്നാലും ഇത് കൈവിട്ട സൂത്രമല്ലേ, അങ്ങനെ അത് പിന്നീടും മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സ്ഥിതിയാണ് കണ്ടത്. എന്നാൽ ഇതിൻ്റെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവാണ് ഇത് ചെയ്തത്. പല ആളുകളും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഇത് ഉപയോഗിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അത് ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും അവർക്ക് സമയമുണ്ടല്ലോ, അവരത് ചെയ്തിട്ടില്ല.